നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതോടെ ജില്ലയിലെ LDF ക്യാമ്പ് ആവേശത്തിൽ. പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമോ എന്ന ആശങ്കയിൽ UDF. വാർത്തകൾ വിശദമായി. ചൂണ്ടലിൽ പൂട്ടിയിട്ടിരുന്ന വീടിന് തീപിടിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. പുതുശ്ശേരി കുറുനെല്ലിപ്പറമ്പിൽ പന്തളത്ത് വീട്ടിൽ ആനന്ദിന്റെ വീടിനാണ് തീപിടിച്ചത്. വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. വീട്ടുടമസ്ഥനായ ആനന്ദ് വീട് പൂട്ടി പോയ സമയത്തായിരുന്നു തീപിടുത്തം. പൂജാമുറിയിൽ കത്തിച്ചുവെച്ച വിളക്കിൽ നിന്നും തീ പടർന്നതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ കുന്നംകുളം അഗ്നിരക്ഷാസേന വീടിന്റെ വാതിൽ പൊളിച്ചാണ് അകത്ത് കടന്നത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ സേനാംഗങ്ങൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിൽ വീടിനുള്ളിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഫർണിച്ചറും പൂർണ്ണമായും കത്തിനശിച്ചു. ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ KA അനീഷ് തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പാമ്പുകടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ അപ്പോളോ അഡ്ലക്സിൽ ചികിത്സയിലായിരുന്ന 10 വയസ്സുകാരൻ ആശുപത്രി വിട്ടു. മരണത്തെ മുഖാമുഖം കണ്ട നാളുകൾക്ക് ശേഷമാണ് ഈ 10 വയസ്സുകാരൻ ജീവിതത്തിലേക്ക് തിരികെ എത്തിയത്. ഏപ്രിൽ 18 പുലർച്ചെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. വീട്ടിലെ ഹാളിൽ നിലത്ത് കിടന്നുറങ്ങുകയായിരുന്ന അനൂഷിനും സഹോദരൻ ആൽജോയ്ക്കും പുലർച്ചെ 2 മണിയോടെ അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയായിരുന്നു. ഭക്ഷണത്തിലെ അസ്വാഭാവികതയാണെന്ന് കരുതി ആദ്യം ജീരകവെള്ളം നൽകിയെങ്കിലും 5 മണിയോടെ കുട്ടികൾ കുഴഞ്ഞു വീണു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കിടപ്പുമുറിയിൽ നിന്നും അതീവ വിഷമുള്ള ശംഖുവരയൻ പാമ്പിനെ കണ്ടത്. പാമ്പിനെക്കുറിച്ചുള്ള വിവരം ഉടൻ ആശുപത്രിയിൽ അറിയിക്കാൻ കഴിഞ്ഞത് ചികിത്സയിൽ നിർണായകമായി. ഉടൻ തന്നെ അനൂഷിനെയും 8 വയസ്സുകാരനായ സഹോദരൻ അൽജോയെയും ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അൽജോ മരണത്തിന് കീഴടങ്ങിയിരുന്നു. ശ്വാസതടസ്സവും നാഡീവ്യൂഹത്തെ ബാധിച്ച തളർച്ചയും കാരണം അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന അനൂഷിനെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഉടൻ തന്നെ വെന്റിലേറ്ററിൽ വിദഗ്ധ ചികിത്സയ്ക്ക് അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ 15-അംഗ വിദഗ്ധ മെഡിക്കൽ ടീം കുട്ടിയുടെ ജീവൻ നിലനിർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം നിലച്ച സ്ഥിതിയിലായിരുന്ന കുട്ടിയെ വെന്റിലേറ്റർ, എക്മോ, ആന്റി സ്നേക്ക് വേനം, ബ്രോങ്കോസ്കോപ്പി തുടങ്ങിയ ലൈഫ് സേവിംഗ് സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. വാർത്താസമ്മേളനത്തിൽ CEO ഡോക്ടർ ആബേൽ ജോർജ്, ഓപ്പറേഷൻസ് ഹെഡ് ഡോക്ടർ ദിൽഷാദ് തൊണ്ടിപ്പറമ്പിൽ, ഷൈജു ദാമോദരൻ എന്നിവരോടൊപ്പം അനൂഷിന്റെ മാതാപിതാക്കളായ സിൽജോയും ജോൺസിയും പങ്കെടുത്തു. അപ്പോളോ അഡ്ലക്സ് ആശുപത്രി ലോബിയിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP പങ്കെടുത്തു. അനൂഷിനെ ചികിത്സിച്ച ഡോക്ടർമാരും നഴ്സുമാരും ആശുപത്രി അധികൃതരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രമുഖ കമന്റേറ്റർ ഷൈജു ദാമോദരൻ അനൂഷിന് പ്രിയപ്പെട്ട മെസ്സി ജേഴ്സിയും ഫുട്ബോളും സമ്മാനമായി നൽകി. ആശുപത്രി ജീവനക്കാരുടെയും പ്രിയപ്പെട്ടവരുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയാണ് അനൂഷ് ആശുപത്രി വിട്ടത്. TCV ചാലക്കുടി. 7 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 18-കാരനെ 31 വർഷം കഠിന തടവിനും 2,21,000 രൂപ പിഴയടയ്ക്കുന്നതിനും ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചു. കണ്ടാണശ്ശേരി അരിയന്നൂർ സ്വദേശി പോഴത്തു വീട്ടിൽ കിരണിനെയാണ് ശിക്ഷിച്ചത്. 2021 കേസിനാസ്പദമായ സംഭവം. പിഴ അടയ്ക്കാത്ത പക്ഷം 14 മാസവും 10 ദിവസവും കൂടി അധിക തടവ് അനുഭവിക്കണം. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. ആനക്കല്ലിൽ യുവതിയെ ഭർത്താവ് കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തി.
അവണിശ്ശേരി സ്വദേശിനി കുന്നത്തുവളപ്പിൽ വീട്ടിൽ ശിവപ്രസാദിന്റെ ഭാര്യ 26 വയസ്സുള്ള ഉണ്ണിമായ ആണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ശിവപ്രസാദിനെ നെടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. വീട്ടിൽ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ട് ബന്ധുക്കൾ ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. കുടുംബ വഴക്കിനിടെയാണ് ഭർത്താവ് ശിവപ്രസാദ് കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയത്. ഉണ്ണിമായയുടെ കരച്ചിൽ കേട്ട് സമീപത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഓടിയെത്തിയെങ്കിലും ശിവപ്രസാദ് വീടിനകത്തേക്ക് ആരെയും കയറ്റിയില്ല. തൃശൂരിലെ മാർക്കറ്റിലെ കടയിലെ ജീവനക്കാരനാണ് ശിവപ്രസാദ്. ഉണ്ണിമായ തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ അക്കൗണ്ടന്റാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ശിവപ്രസാദിനെ അയ്യന്തോളിലെ അഭിഭാഷകന്റെ ഓഫീസിൽ നിന്നാണ് നെടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. 5 വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം. ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മറ്റത്തൂർ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ചേർന്ന് ചാലക്കുടിയിലെ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. കുടിവെള്ള പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിച്ച് പുതിയ പഞ്ചായത്ത് ഭരണസമിതിയെ അപകീർത്തിപ്പെടുത്താനുള്ള ഉദ്യോഗസ്ഥ നടപടിയാണെന്നാരോപിച്ചാണ് ഉപരോധ സമരം നടത്തിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV മിനി, അംഗങ്ങളായ സിബി ചെറുപറമ്പിൽ, അക്ഷയ് സന്തോഷ്, നൂർജഹാൻ നവാസ്, സിജി രാജേഷ്, സുരീജ, കോൺഗ്രസ് നേതാക്കളായ TM ചന്ദ്രൻ, മോളി തോമസ്, നൈജോ ആൻഡോ, ജെയിംസ് മാഞ്ഞൂരാൻ, ഹരിദാസ് ചുക്കത്ത് എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ആദ്യ ശീവേലി നടന്നു. ആദ്യ ശീവേലിക്ക് 17 ഗജവീരന്മാർ അണിനിരന്നു. പാറമേക്കാവ് കാശിനാഥൻ ഭഗവാന്റെ തിടമ്പേറ്റി. വലത് കുട്ടൻകുളങ്ങര അർജുനനും ഇടത് പല്ലാട്ട് ബ്രഹ്മദത്തനും കൂട്ടാനകളായി. ആദ്യ ശീവേലിക്ക് കലാമണ്ഡലം ഉദയം നമ്പൂതിരിയുടെ പ്രാമാണികത്വത്തിൽ 100ഓളം കലാകാരന്മാർ അണിനിരുന്ന പഞ്ചാരിമേളം അരങ്ങേറി. ഉച്ചതിരിഞ്ഞ് ക്ഷേത്രത്തിനകത്തെയും പുറത്തെയും വേദികളിലായി വിവിധ കലാപരിപാടികളും ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് സന്ധ്യയോടെ വിവിധ ക്ഷേത്രകലകളും അരങ്ങേറി. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ ചെമ്പടമേളത്തിന് സവിശേഷ സ്ഥാനമുണ്ട്. ഉത്സവത്തിൽ മേളം പൂർത്തിയാകുന്നത് ചെമ്പടയിലാണ്. ശീവേലിക്കും വിളക്കിനും പടിഞ്ഞാറേ നടപ്പുരയിൽ 5-ാം കാലത്തിൽ പഞ്ചാരി കൊട്ടി കലാശിച്ചാൽ രൂപകം കൊട്ടി മേളക്കാർ ചെമ്പടമേളത്തിലേക്ക് കടക്കും. കുലീബിനി തീർത്ഥക്കരയിലൂടെയാണ് ചെമ്പട കടന്നുപോകുന്നത്. അതുകൊണ്ട് തീർത്ഥക്കര മേളമെന്നും പറയപ്പെടുന്നുണ്ട്. വടക്കേ നടയിൽ ചുറ്റമ്പലത്തിന്റെ വാതിലിനടുത്തായിട്ടാണ് ചെമ്പടമേളം നടക്കുക. മേളക്കാർക്ക് വൈദഗ്ധ്യം തെളിയിക്കാനുള്ള മത്സരവേദി കൂടിയാണിത്. പടിഞ്ഞാറേ നടയിൽ പഞ്ചാരി അവസാനിക്കുന്നതോടെ വാദ്യക്കാരിൽ വിദഗ്ധരായവർ മാത്രമാണ് ചെമ്പടയിലേക്ക് എത്തുക. 11 ദിവസത്തെ ഉത്സവത്തിൽ 21 ചെമ്പടമേളങ്ങളാണ് ഇവിടെ നടക്കുക. കൂടൽമാണിക്യം ഉത്സവം രൂപകൽപ്പന ചെയ്തുവെന്ന് വിശ്വസിക്കുന്ന ശക്തൻ തമ്പുരാൻ ചെമ്പടമേളം കേൾക്കാൻ വടക്കേ കോവിലകത്തിന്റെ പടിഞ്ഞാറേ ഇറയത്ത് നിൽക്കാറുണ്ടെന്ന് പഴമക്കാർ പറയുന്നു. വൃത്താകൃതിയിൽ 10 മിനിറ്റോളം കൊട്ടിക്കയറുന്ന ചെമ്പട പിന്നീട് കിഴക്കേ നടപ്പുരയിൽ വന്ന് കൊട്ടിക്കലാശിക്കുന്നതോടെ ശീവേലിക്ക് പരിസമാപ്തിയാകുന്നു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് എയർ സ്പാ ചെയ്താലും ടീറ്റ് ആൻഡ് പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ടീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്.
ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സൗജന്യ കുടിവെള്ള സംഭാര വിതരണം ആരംഭിച്ചു. ഇരിഞ്ഞാലക്കുട നഗരസഭ, സേവാഭാരതി എന്നിവരുടെ നേതൃത്വത്തിൽ കിഴക്കേനടയിൽ വിവിധ സ്ഥലങ്ങളിലായി സംഭാര വിതരണം നടത്തുന്നുണ്ട്. ക്ഷേത്രാചാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ രാവിലെ സംഭാര വിതരണവും വൈകിട്ട് വിളക്കെഴുന്നള്ളിപ്പ് സമാപിക്കുന്നതുവരെ കുടിവെള്ള വിതരണവും ക്ഷേത്രം കിഴക്കേനടയിൽ നടത്തുന്നുണ്ട്. കൂടാതെ രാവിലെ ശിവേലിക്ക് അയ്യപ്പ സമാജത്തിന്റെ നേതൃത്വത്തിൽ ദാഹജല വിതരണവും നടത്തുന്നുണ്ട്. ഗുരുവായൂർ തൈക്കാട് കഴുമല്ലൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന മോഷണക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ SHO വിപിൻ കെ വേണുഗോപാൽ, SI യു മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ 5 പേർ അടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ബുധനാഴ്ച ക്ഷേത്രത്തിൽ നടന്ന മോഷണത്തിൽ ഭഗവതിക്ക് ചാർത്തുന്ന 7 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷത്തോളം രൂപയും നഷ്ടപ്പെട്ടിരുന്നു. സ്ട്രോങ് റൂമും ലോക്കറും തകർത്തത് പ്രൊഫഷണൽ മോഷണ സംഘമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പ്രധാന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും സംഭവസ്ഥലത്തു നിന്ന് ലഭിച്ച വിരലടയാളങ്ങളും മേഖലയിലെ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പോലീസുകാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സ്റ്റേഷനിലേക്ക് റീത്ത് വാങ്ങാനെന്ന വ്യാജേന എത്തി പൂക്കട ജീവനക്കാരനിൽ നിന്ന് പണം തട്ടിയെടുത്തു. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള പൂക്കടയിലാണ് രാത്രി വൈകി തട്ടിപ്പ് നടന്നത്. 5 റീത്തുകൾ വേണമെന്നാണ് പൂക്കടയിലെത്തിയ ആൾ ജീവനക്കാരനോട് ആവശ്യപ്പെട്ടത്. ഇവ തയ്യാറാക്കാൻ 45 മിനിറ്റ് സമയം വേണമെന്ന് ജീവനക്കാരൻ അറിയിച്ചു. ഈ സമയം ഓട്ടോറിക്ഷ കൂലി നൽകാൻ കയ്യിൽ ചില്ലറയില്ലെന്നും 400 രൂപ നൽകണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. പോലീസുകാരനാണെന്ന് വിശ്വസിച്ച ജീവനക്കാരൻ ഉടൻ തന്നെ പണം നൽകുകയും ചെയ്തു. പണം കൈക്കലാക്കിയ ശേഷം റീത്ത് വാങ്ങാനായി എത്താമെന്ന് പറഞ്ഞു പോയ ഇയാൾ പിന്നീട് തിരിച്ചു വന്നില്ല. തുടർന്നാണ് താൻ തട്ടിപ്പിനിടയായ വിവരം ജീവനക്കാരൻ തിരിച്ചറിയുന്നത്. കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ ഇയാൾ മുൻപും തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളതായി സൂചനയുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തലക്കോട്ടുകര ബാലകൃഷ്ണപ്പടിക്ക് സമീപം ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പരിക്കേറ്റ ബൈക്ക് യാത്രികൻ പുലിയന്നൂർ സ്വദേശി കൈലാത്ത് വീട്ടിൽ പ്രതുലിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടൈൽ പണിക്കിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. ചിറയ്ക്കൽ എഞ്ചിമുടി മാട്ടുമ്മൽ പൈപ്പോത്ത് 36 വയസ്സുള്ള നിജിൽ ബാബുവാണ് മരിച്ചത്. എഞ്ചിമുടി 10-ാം കല്ലിന് സമീപമുള്ള വീട്ടിൽ ടൈൽ പണിക്കിടെ കട്ടിംഗ് മെഷീനിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. ഉടൻ ചേർപ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുവായൂർ തിരുവെങ്കിട ജലപതി ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവത്തിന് ആറാട്ടോടെ കൊടിയിറങ്ങി. വിശേഷാൽ പൂജകൾക്ക് ശേഷം ഗ്രാമപ്രദക്ഷിണത്തിനായി ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി. ഗുരുവായൂർ ദേവസ്വം കൊമ്പൻ അക്ഷയ് കൃഷ്ണൻ ഭഗവാന്റെ തിടമ്പേറ്റി. കോട്ടപ്പടി സന്തോഷ് മാരാരുടെ നേതൃത്വത്തിൽ വാദ്യം അകമ്പടിയായി. മഞ്ജുളാൽ വലം വെച്ച് ഗുരുവായൂരപ്പനെ വണങ്ങി മേൽപ്പാലം വഴി തിരിച്ച് ക്ഷേത്രത്തിലെത്തി. വീണ്ടും മേളം എഴുന്നള്ളിപ്പോടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പൂജകൾക്ക് ശേഷം തീർത്ഥക്കുളത്തിൽ ഭഗവാന്റെ ആറാട്ട് നടന്നു. തുടർന്ന് ഓട്ടപ്രദക്ഷിണം കഴിഞ്ഞ് കൊടിയിറക്കി. തന്ത്രിമാരായ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രസമിതി ഭാരവാഹികളായ ചന്ദ്രൻ ചങ്കത്ത്, ബാലൻ വാർനാട്ട്, പ്രഭാകരൻ മണ്ണൂർ, രാജു കലാനിലയം, സേതു തിരുവെങ്കിടം തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭയിൽ മാലിന്യ സംസ്കരണത്തിന് 6 വാഹനങ്ങൾ വാങ്ങി. 60 ലക്ഷം രൂപ ചെലവിലാണ് 2 ടിപ്പർ ലോറികൾ, 2 ഡീസൽ ഓട്ടോറിക്ഷകൾ, മണ്ണുമാന്തി യന്ത്രം, ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഉൾപ്പെടെ 6 വാഹനങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഓട്ടോറിക്ഷകൾ ഹരിതകർമ്മസേനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തും. സ്വന്തമായി വാഹനങ്ങൾ ലഭിച്ചതോടെ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താൻ കഴിയുമെന്ന് നഗരസഭ അധികൃതർ വ്യക്തമാക്കി.
പാർലമെന്റിൽ വനിതാ സംവരണ ബില്ല് അട്ടിമറിച്ച ഇടതുവലത് മുന്നണികളുടെ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ ബി.ജെ.പി. തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ മുന്നേറ്റ റാലി സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരിയിൽ നിന്നും ആരംഭിച്ച റാലി ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. സമാപന സമ്മേളനം ബി.ജെ.പി. സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വി.കെ. സജീവൻ ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറിമാരായ നിത്യ സാഗർ, അഡ്വക്കേറ്റ് സോഫിയ ശ്രീജിത്ത്, രേഷ്മ സുനിൽ, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് കെ.എം. ജമീല, ജനറൽ സെക്രട്ടറി ജിജിമോൾ, തിരുവല്ലോമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. French Dairy Pistachio Kunafa Bar. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക് വീണ്ടും. വ്യത്യസ്തമായ അവധിക്കാല യാത്രയിലൂടെ മക്കൾക്ക് മുന്നിൽ ജീവിതത്തിന്റെ വഴികാട്ടിയ അമ്മയ്ക്കും മക്കൾക്കും നാടിന്റെ അനുമോദനം. ഏപ്രിൽ 21 ആരംഭിച്ച് 356 കിലോമീറ്റർ ദൂരം താണ്ടി കാസർഗോഡ് ബേക്കലിൽ സൈക്കിൾ യാത്ര വിജയകരമായി പൂർത്തീകരിച്ച എടവിലങ്ങ് കാര സ്വദേശിനി സന്ധ്യ, 13 വയസ്സുള്ള ശിവാഞ്ജന, 6 വയസ്സുകാരി ദേവാഞ്ജന എന്നിവരുമാണ് സൈക്കിൾ യാത്ര നടത്തിയത്. SN പുരം റൈഡേഴ്സ് ക്ലബ്ബ് അംഗമായ സന്ധ്യയ്ക്കും മക്കൾക്കും ക്ലബിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ നടന്ന ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് പ്രേം സി ശങ്കർ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി ഹരീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി സൂരജ് സിപ്പി, അനു കാരണത്ത് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ജവഹർ സ്ക്വയർ ബാസ്കറ്റ്ബോൾ കോർട്ട് നവീകരിക്കുന്നു. സംസ്ഥാന കായിക വകുപ്പ് അനുവദിച്ച 17 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോർട്ട് അത്യാധുനിക രീതിയിൽ പുനരുദ്ധരിക്കുന്നത്. പ്രാഥമിക നടപടികൾ പൂർത്തീകരിച്ചതായും നിർമ്മാണ പ്രവൃത്തികൾ എത്രയും വേഗം ആരംഭിക്കുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലിന്റെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ടി സോമശേഖരൻ, മിഷ സെബാസ്റ്റ്യൻ, മിനി മോൻസി, ആർഷ ജിജു എന്നിവർ സംബന്ധിച്ചു. കൊടകര സെയിന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. ശനിയാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, തിരുസ്വരൂപം എഴുന്നള്ളിച്ചുവയ്ക്കൽ, നേർച്ചപ്പായസം, വെഞ്ചിരിപ്പ് എന്നിവ നടക്കും. ഞായറാഴ്ച രാവിലെ 10:30 നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ അനൂപ് പാട്ടത്തിലിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 4 വിശുദ്ധ കുർബാന, തുടർന്ന് പ്രദക്ഷിണം എന്നിവയും ഉണ്ടാകും. 20,000-ഓളം പേർക്കാണ് ഇത്തവണ നേർച്ച ഊട്ട് ഒരുക്കുന്നത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ തിരുനാളിന് കരുമരുന്ന് പ്രയോഗം പൂർണ്ണമായും ഉപേക്ഷിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, അസിസ്റ്റന്റ് വികാരി ഫാദർ വിക്ടർ തൊമാന, ജനറൽ കൺവീനർ വിജോയ് കുറ്റിക്കാടൻ, കൈക്കാരന്മാരായ ജെയിംസ് കുറ്റിക്കാടൻ, ആൻഡോ ചതലൻ, പബ്ലിസിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ലിസൻ വടക്കേപ്പീടിക എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ സെയിന്റ് ആന്റണീസ് ദേവാലയത്തിലെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ തിരുനാൾ ആഘോഷിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 7 നവീകരിച്ച ദേവാലയ മുഖവാരത്തിലെ വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ നിതിൻ താഴത്ത് മുഖ്യ കാർമ്മികനാകും. വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര, കൈക്കാരന്മാരായ ജോയ് ചെറുവത്തൂർ, ജോസഫ് വടക്കേത്തല, ജോഷി നീലങ്കാവിൽ, തിരുനാൾ ജനറൽ കൺവീനർ ലോറൻസ് നീലങ്കാവിൽ, പബ്ലിസിറ്റി കൺവീനർ പ്രിൻസൻ തരകൻ, PRO ആൻഡോ എൽ പുത്തൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
എരുമപ്പെട്ടി മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ തണ്ണീർ പന്തൽ ഒരുക്കി. സംഘം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ മോരുവെള്ളം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജി ജോൺ, വാർഡ് മെമ്പർമാരായ ഷാജി വർഗീസ്, മീന ശലമോൻ, ബോർഡ് അംഗങ്ങളായ MA ഉസ്മാൻ, ഷാജൻ, MM നിഷാദ്, KR രാധിക, സെക്രട്ടറി സുനിത ജോഷി എന്നിവർ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തൻപീടിക യൂണിറ്റിന്റെ 32ാമത് വാർഷിക പൊതുയോഗം ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അജയൻ മേനോത്തുപറമ്പിൽ അധ്യക്ഷനായി. സെക്രട്ടറി AV ജോയ്, നിയോജകമണ്ഡലം ചെയർമാൻ ഭാഗ്യനാഥൻ കണ്ണോളി, ട്രഷറർ ജോസ് അരിമ്പൂർ, വിജോ ജോർജ്, ബിജു അണ്ടേഴത്ത്, ജോസ് അരിമ്പൂർ, താജുദ്ദീൻ കാവുങ്ങൽ, ഷീല പ്രേംലാൽ, ഓമന ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. വലപ്പാട് സ്വദേശി ചോഴിപ്പറമ്പിൽ വീട്ടിൽ രാഹുലിനെയാണ് തൃശൂർ റൂറൽ പോലീസ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനാണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അടിച്ച ലോട്ടറി എന്ന് വിശ്വസിപ്പിച്ച് ഭിന്നശേഷിക്കാരനായ ലോട്ടറി കച്ചവടക്കാരനെ കബളിപ്പിച്ച് നമ്പർ മാറ്റിയ ടിക്കറ്റ് നൽകി 11,000 രൂപ കവർന്നു. വരവൂർ കക്കാട് വീട്ടിൽ വിനോദ് മുച്ചക്ര വാഹനത്തിൽ മുള്ളൂർക്കരയിൽ നിന്ന് വരവൂർ ഭാഗത്തേക്ക് ലോട്ടറി വാങ്ങി വരുന്ന വഴി ഇരുന്നിലംകോട് NN നഗറിന് സമീപത്ത് വെച്ച് സ്കൂട്ടറിൽ എത്തിയ യാത്രക്കാരൻ KBW 807943 എന്ന നമ്പറിലുള്ള 11 ലോട്ടറികൾ 1000 രൂപ വീതം അടിച്ചു എന്ന് പറഞ്ഞ് വിനോദിന് നൽകുകയും 73 ടിക്കറ്റ് എടുത്തതിന് ശേഷം ബാക്കി തുകയായ 7,350 രൂപ വിനോദിന്റെ കയ്യിൽ നിന്നും വാങ്ങുകയും ചെയ്തു. തുടർന്ന് വിനോദ് ലോട്ടറിയുമായി ലോട്ടറി ഏജൻസിയിൽ എത്തി സ്കാൻ ചെയ്തപ്പോഴാണ് ലാസ്റ്റ് നമ്പർ 8 എന്നത് 3 ആക്കിയാണ് അടിച്ചുവെന്ന് പറഞ്ഞ് വിനോദിനെ പറ്റിച്ച വിവരം മനസ്സിലാക്കിയത്. തുടർന്ന് വിനോദ് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. വാഹനത്തിന്റെ നമ്പർ വെച്ച് പരിശോധിച്ചപ്പോൾ മറ്റൊരു വാഹനത്തിന്റെ നമ്പറാണ് ഈ വാഹനത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്നും കണ്ടെത്തി. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,940 രൂപ, പവന് 1,11,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചൂണ്ടലിൽ പൂട്ടിയിട്ടിരുന്ന വീടിന് തീപിടിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. പുതുശ്ശേരി പന്തളത്ത് വീട്ടിൽ ആനന്ദന്റെ വീടിനാണ് തീപിടിച്ചത്. കോടാലി കടമ്പോട് പാമ്പുകടിയേറ്റ് കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അനോഷ് ആശുപത്രി വിട്ടു. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോട് നന്ദിയുണ്ടെന്ന് അനോഷ്. 7 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 18-കാരന് 31 വർഷം കഠിന തടവും 2,21,000 രൂപ പിഴയും ശിക്ഷ. അരിയന്നൂർ സ്വദേശി കിരണിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. ആനക്കല്ലിൽ യുവതിയെ ഭർത്താവ് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി. അവിടിശ്ശേരി സ്വദേശിനി ഉണ്ണിമായ ആണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ശിവപ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മറ്റത്തൂരിലെ ജനപ്രതിനിധികൾ ഉപരോധിച്ചു. കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ആദ്യ ശിവേലി നടന്നു. മേളഗോപുരം തീർത്ത് ചെമ്പട. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.
കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ,